ഡാർക്ക് വെബ് ലഹരി ഇടപാടിൽ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. കേസിൽ ഇതുവരെ പ്രതികളായ എഡിസൺ ബാബു, ഡിയോൾ, അരുൺ തോമസ് എന്നിവർ പിടിയിലായതോടെ സംഘത്തിലെ മറ്റ് കണ്ണികൾ മുങ്ങിയിരുന്നു. കോടികളുടെ ലഹരി ഇടപാട് ഈ സംഘം നടത്തിയതായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നവമി ദിനേശ് തന്നെ വിവരങ്ങൾ നൽകും. നവമി, 4 ദിവസത്തെ കസ്റ്റഡി കാലാവധിയുണ്ട്. കിട്ടേണ്ടതാകട്ടെ ഒരു വലിയ നെറ്റ്വർക്കിന്റെ വിവരങ്ങളാണ്. പക്ഷേ അവരിലേക്ക് എത്തുക ഇപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് എത്രത്തോളം എളുപ്പമാണ് അല്ലെങ്കിൽ ദുഷ്കരമാണ്? എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ? ശ്രീജ, ഇന്നലെ മുതലാണ് പ്രതികളെ NCB കസ്റ്റഡിയിലേക്ക് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള 4 ദിവസമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആകെ പിടിയിലായത് ഇപ്പോൾ 4 പേരാണ്. അതിൽ ഒരാൾ ഡിയോളിൻ്റെ ഭാര്യയാണ്. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും തന്നെ, നിർണായകമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എഡിസണിൽ നിന്നും ഡിയോളിൽ നിന്നുമാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടിയുള്ളത്. അതിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ലഹരി കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഇതിൽ ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്നത് ആരാണ് എന്ന ഒരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ബാക്കി നിൽക്കുന്നത്. ഈ ക്രിപ്റ്റോ കറൻസി അല്ലാതെ ക്യാഷായിട്ടുമൊക്കെ ഇവർ പണം കൈപ്പറ്റുന്നുണ്ട്. അതെങ്ങനെയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും അറിയണം. ഒപ്പം ഈ ക്രിപ്റ്റോ കറൻസികളും കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാമാണ് NCBയെ സംബന്ധിച്ച് ഈ അടുത്ത 4 ദിവസം ഇവരിൽ നിന്നും ഈ 3 പ്രതികളിൽ നിന്നുമൊക്കെ ചോദിച്ചറിയേണ്ടത്. ആരൊക്കെയാണ് ഇവർക്ക് പ്രധാനമായും ലഹരി നൽകുന്നത്, ആർക്കൊക്കെയാണ് ലഹരി നൽകുന്നത്. ഒപ്പം ഈ ഇടനിലക്കാരായി ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു വിവരം കൂടി NCBക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരിലേക്കും എത്തണം. ഇവർ 3 പേരും ഒന്നിച്ച്, ഈ എഡിസനും ഈ 3 പ്രതികളും ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോളേജിൽ പഠിച്ച മറ്റാർക്കെങ്കിലും, ഇവരുടെ സഹപാഠികൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നതും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങളിലൊക്കെ കോഡ് ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് എഡിസനെ സംബന്ധിച്ച് വലിയ ഒരുപാട് ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് NCB പറയുന്നത്. ഈ 20ഓളം പാസ്വേഡുകൾ മനഃപ്പാടമാക്കി വെക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ കോഡ് മുഖേനയാണ് എഡിസൺ ഇതിൽ ഒക്കെ ഇടപാടുകൾ നടത്തുന്നത്. അത് ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വിദഗ്ധ സംഘത്തെ അവിടെ സഹായമൊക്കെ NCB തേടിയിട്ടുമുണ്ട്. അങ്ങനെ ഇതിന് കൂടുതൽ പ്രതികളെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ചുരുളഴിക്കുക എന്ന് പറയുന്നത് NCBയെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ പ്രതികളിൽ നിന്ന് തന്നെ നേരിട്ട് വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളും തുടർ അറസ്റ്റുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും വരെ എത്തുന്ന, അമേരിക്കയിലടക്കം ഇവർ ഈ ലഹരി അവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് ഡ്രഗ്സിലൂടെ, മരുന്നുകളിലൂടെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന വിവരമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്ക അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും എഡിസൺ ഒരു ചെറിയ മീനല്ല. ഇത് വലിയ ഒരു നെറ്റ്വർക്ക് തന്നെ ഇവർക്ക് പിന്നിലുണ്ട്. അവരെല്ലാം കണ്ടെത്തുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. തുടർച്ചയായിട്ടുള്ള അന്വേഷണങ്ങൾ, തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ നടത്തിയാൽ മാത്രമേ കൂടുതൽ അറസ്റ്റുകളിലേക്കൊക്കെ കടക്കാൻ കഴിയൂ. പ്രധാനമായും ഇവർ കണ്ടെത്തേണ്ടത്, ഇപ്പോൾ ഈ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു കൊടുത്ത രാസലഹരിയുടെ പരിശോധനാ ഫല റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അതുകൂടി കിട്ടിയാൽ മാത്രമേ ഈ ചോദ്യം ചെയ്യലിൽ കുറച്ചുകൂടി ആധികാരികത കൈവരികയുള്ളൂ എന്നാണ് NCB ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ കിട്ടുന്ന 4 ദിവസത്തേക്ക് കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഉണ്ടാകുക. പ്രതികളിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വിശ്വസിക്കുന്നത്. ശരി, ഒരു വാർത്തയുടെ